ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ തൈര് വെച്ചിട്ടാണ് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. വെറും 10 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 4 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈര് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സവോളയും 1/4 കപ്പ് ക്യാപ്സിക്കവും 1/4 കപ്പ് തക്കാളിയും അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ക്യാരറ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന തൈര് ഒട്ടും തന്നെ പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പുളിച്ചു പോയ തൈരാണെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ചിനും ആ ഒരു പുളിപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് നല്ലതുപോലെ പുളിക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണം സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 2 പീസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ബ്രെഡിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കണം. ബട്ടർ നല്ലതുപോലെ ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് 1-2 സ്പൂൺ അളവിൽ ഇതിലേക്കൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഫില്ലിങ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ബ്രെഡ് വെച്ച് ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാനിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് 1 മിനിറ്റ് വീതം 2 സൈഡും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എന്തായാലും തൈരും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.